നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സ് അല്ലെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ശരിക്കും പ്രചോദനം നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ട റീഡിങ്ങുകൾ ഇവിടെ ആവശ്യപ്പെടുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വ്യക്തിപരമായും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോട്ട് റീഡറിൽ നിന്നും നല്ലൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് കാണുന്നതാണ് ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും നെഗറ്റിവിറ്റിയെ സ്വീകരിക്കരുത്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആകുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒന്നും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രപഞ്ചം ഒരുക്കി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുക. നമ്മൾ പോസിറ്റിവിറ്റി മാത്രം കാണുക, പോസിറ്റിവിറ്റി മാത്രം കേൾക്കുക, പോസിറ്റീവായ വ്യക്തികളെ മാത്രം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവരോടൊത്ത് മാത്രം ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് അച്ചീവ് ചെയ്യുക. നമ്മുടെ ലൈഫ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ബന്ധങ്ങൾ നമ്മളെ തേടി വരും. അതേസമയം നമ്മൾ ഒന്നുമല്ല ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് എല്ലാം അകന്നു പോവുകയുള്ളൂ. നമ്മൾക്ക് പ്രിയപ്പെട്ടതായ എല്ലാം. നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മളിലേക്ക് എല്ലാം കടന്നു വരുന്നത്. എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആണ് ഞാൻ അതിൽ നിന്ന് തരുന്നത്. അതുപോലെ ഒരുപാട് റീഡേഴ്സ് യൂണിവേഴ്സൽ മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സംതൃപ്തമായിട്ട് തോന്നുന്നത് ആ വ്യക്തിയുടെ യൂണിവേഴ്സൽ മെസ്സേജ് എല്ലാ ദിവസവും നിങ്ങൾ കാണുക. നിങ്ങൾ അച്ചീവ് ചെയ്യുക, നിങ്ങൾ വിജയിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമ്മൾക്ക് ആദ്യം വെച്ചിരിക്കുന്ന മുകളിൽ വെച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ഒരവസ്ഥയും, താഴെ വെച്ചിരിക്കുന്ന കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സും, അതുപോലെ തന്നെ നമ്മൾക്ക് മാലാഖമാർ ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസും, രണ്ടാമത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണോട് പറയുന്ന ഗൈഡൻസും, മൂന്നാമത് വെച്ചിരിക്കുന്നത് തേർഡ് പാർട്ടിയോട് പറയുന്നതുമായിട്ടാണ് കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മൾക്ക് ഫസ്റ്റ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് കേട്ടോ. ആദ്യം വന്നിരിക്കുന്നത് ഡെവിളാണ്. ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ചിന്തിച്ചതൊന്നുമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. തേർഡ് പാർട്ടി ആ ബന്ധത്തിൽ സ്റ്റക്കായിരിക്കുകയാണ്. തേർഡ് പാർട്ടി ഭയങ്കര പ്രതീക്ഷയോടെയും ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഭയങ്കരമായി ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരു കാര്യമായിരുന്നു. അതായത് ഒരു അഡിക്ഷൻ്റെ പുറത്ത്, ഒരു ഭയങ്കരമായ സെക്ഷലായ ഒരു അഡിക്ഷൻ ആവാം. അങ്ങനെ ഒരു അഡിക്ഷൻ്റെ പുറത്ത് തേർഡ് പാർട്ടി ഈ കാര്യം നേടിയെടുത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി ഭയങ്കര നിരാശയാണ്. തേർഡ് പാർട്ടി നല്ല പ്രൗഡും കഴിവും നിഗൂഢതയൊക്കെയുള്ള വ്യക്തിയൊക്കെ ആയിരുന്നു. ഭയങ്കരമായ കഴിവും നല്ലൊരു ഇൻ്റലക്ച്വലി ആയ ഒരു വ്യക്തിയായിരുന്നു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മാത്രവുമല്ല ഒരുപാട് അത് ഓപ്പണായിട്ട് ഒരു കാര്യവും അവരുടെ ഓപ്പൺ ആക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്കും. അത്ര നിഗൂഢമാക്കുക. അവർക്ക് രഹസ്യങ്ങളൊക്കെ ശരിക്കും ഒളിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒതുക്കി വെക്കാൻ കഴിവുള്ള തരത്തിലെ ഒരു വ്യക്തിത്വത്തെയാണ് തേർഡ് പാർട്ടിയുടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. തേർഡ് പാർട്ടി ചിന്തിച്ചതൊന്നുമല്ല. ഇപ്പം തേർഡ് പാർട്ടി ഇമോഷണലി ഡൗൺ ആണ്. കാരണം ഈ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയോ, പുതിയൊരു ഇമോഷണലായ അവസ്ഥയിലേക്ക് പോയോ, വേറെ എങ്ങോട്ടോ മാറി സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു എന്ന് തേർഡ് പാർട്ടിക്ക് ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ആകെ ഭയങ്കരമായും മാനസികമായി എല്ലാത്തിനോടും താല്പര്യമില്ലായ്മ, എല്ലാത്തിനോടും ഒരു ആവശ്യമില്ല, ഒന്നും തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ട. തേർഡ് പാർട്ടിയുടെ മുമ്പിലുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒന്നും ഇമോഷണലി ഒന്നും തേർഡ് പാർട്ടി യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും അല്ലാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി ഭയങ്കര ഈഗോയും നല്ല പവർഫുള്ളും ഒക്കെ ആയ വ്യക്തിയായിരുന്നു. പക്ഷേ ഇമോഷണലി തേർഡ് പാർട്ടി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. തേർഡ് പാർട്ടി ഹാപ്പി ആയ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. തേർഡ് പാർട്ടി വളരെ
ഹാപ്പി ആയ ഒരു അവസ്ഥയിലാണ് പ്രകടമാക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. തേർഡ് പാർട്ടി ആ ബന്ധത്തിൽ സ്റ്റക്കായി പോയിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിക്ക് ആ ബന്ധത്തിൽ നിന്ന് പോകാനും പറ്റില്ല. തേർഡ് പാർട്ടി ആ ബന്ധത്തിൽ ഇപ്പം സാറ്റിസ്ഫൈഡുമല്ല. തേർഡ് പാർട്ടിക്ക് മുമ്പിൽ എന്തു വന്നാലും തേർഡ് പാർട്ടിക്ക് വേണ്ട, തേർഡ് പാർട്ടി ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഈ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും തേർഡ് പാർട്ടി ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതായത് ഈ നിങ്ങളുടെ പേഴ്സണ് വേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തേർഡ് പാർട്ടിയെ പതുക്കെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് പേഴ്സൺ. തേർഡ് പാർട്ടി ഇപ്പം ഹാപ്പി ആയിട്ടും സക്സസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി മരിച്ചതിന് തുല്യമാണ്. ശരിക്കും തേർഡ് പാർട്ടി തീർന്നു, തേർഡ് പാർട്ടി അവസാനിച്ച അവസ്ഥയിലാണ്. ഇമോഷണലി തേർഡ് പാർട്ടി തകർന്നു പോയി. ഇമോഷൻ ഇല്ല തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു സുഖമോ സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ ഒന്നുമില്ല. തേർഡ് പാർട്ടി എന്ന വ്യക്തി ഇപ്പം ബിഗ് സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് സീറോ ആയി. തേർഡ് പാർട്ടി മരിച്ച തുല്യമായി തീർന്നു. തേർഡ് പാർട്ടിക്ക് ഇനി ഒന്നും അവിടെ പ്രതീക്ഷയില്ല. തേർഡ് പാർട്ടി ആരോടൊക്കെയോ മധ്യസ്ഥം വഹിക്കുകയും പറയുകയും തേർഡ് പാർട്ടി അതുപോലെ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് മൂവ് ഓൺ ചെയ്യണം, എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം, കൈവിട്ട് കളയാൻ തേർഡ് പാർട്ടിക്ക് യാതൊരു താല്പര്യവുമില്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പം തേർഡ് പാർട്ടിയുടെ തലയിലാണ് ഫുൾ ഉത്തരവാദിത്തങ്ങളും. തേർഡ് പാർട്ടിയാണ് സർവ്വ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട അവസ്ഥയാണ്. തേർഡ് പാർട്ടീനെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയിലാണ്. തേർഡ് പാർട്ടി ഭയങ്കരമായിട്ടും കോൺഫ്ലിക്റ്റാണ്. കൂടെയുള്ളവരോടൊക്കെ തേർഡ് പാർട്ടി ഭയങ്കര കോൺഫ്ലിക്റ്റും പ്രശ്നവും ഒക്കെയാണ്. ഈ വ്യക്തിയോടൊക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് തേർഡ് പാർട്ടി. യാതൊരു രീതിയിലും പറ്റുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യാണ് ഇപ്പം ആ വ്യക്തിക്ക്. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആദ്യകാലത്തിലുണ്ടായിരുന്ന സന്തോഷവും സുഖവും എല്ലാം തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഈ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് അഡിക്ഷനാണ്. പുതിയ പ്രണയമൊക്കെ കൊടുക്കാനും പതുക്കെ വീണ്ടും അവരെ വശത്താക്കാനൊക്കെ, നിങ്ങളുടെ പേഴ്സണെ വശത്താക്കാനൊക്കെ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട്. ഭയങ്കരമായ അട്രാക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. പക്ഷേ അതൊന്നും വില പോകുന്നില്ല. തേർഡ് പാർട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബന്ധത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയിട്ടും തേർഡ് പാർട്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ്. തേർഡ് പാർട്ടി ഇമോഷണലി ചീറ്റ് ചെയ്യപ്പെടുകയും തകരുകയും ചെയ്തു. നിരാശയിലാണ് തേർഡ് പാർട്ടി. ഈ വ്യക്തിയുമായിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു അഡിക്ഷൻ്റെ പുറത്തും ഒരു നെഗറ്റീവായ ബന്ധത്തിൻ്റെ പുറത്താണ് ഈ തേർഡ് പാർട്ടി ഇപ്പം ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. തേർഡ് പാർട്ടി മരിച്ച തുല്യം വേദനയിലാണ് മാനസികമായിട്ടും. പക്ഷേ പുറമെ ഇമോഷണലി ഈഗോയും ഹാപ്പിനെസ്സൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഇപ്പം ആ ഒരു ബന്ധത്തിൽ നെഗറ്റീവാണ്. പക്ഷെ തേർഡ് പാർട്ടി ആളെ വിട്ടിട്ടില്ല, വിടാൻ ശ്രമിക്കുന്നില്ല. പ്രണയമൊക്കെ അഭിനയിച്ച് അതായത് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന ലവേഴ്സാണ്. അഭിനയിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് അറിയാം ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തി പതുക്കെ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമായിട്ടറിയാം. നമ്മുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ കൺഫ്യൂഷനിലാണ്. കാരണം ഈ പ്രണയത്തിൽ പേഴ്സൺ ഒരു സക്സസ്സോ സംതൃപ്തിയോ കിട്ടാത്ത ഒരു കൺഫ്യൂഷനാണ്. പേഴ്സണും നിരാശ തന്നെയാണ്, ഭയങ്കര നിരാശയാണ് ഈ ബന്ധത്തിനകത്ത്. പേഴ്സണും ഭയങ്കരമായിട്ട് പേഴ്സൺ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. പുള്ളി പഴയ ആ ഒരു അവസ്ഥയിലാണ്. തേർഡ് പാർട്ടിയുടെ അതേ സെയിം വികാരത്തിലാണ് പേഴ്സൻ്റെ ഉള്ളിൽ എന്തോ ഒന്നിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പേഴ്സൻ്റെ മൈൻഡും കോൺഫ്ലിക്റ്റാണ്, ഭയങ്കരമായിട്ടും കോൺഫ്ലിക്റ്റ് ചെയ്യുകയാണ്. എന്തോ ഒന്ന് സ്വന്തമാക്കണം എന്ന് പേഴ്സൺ തീരുമാനിക്കുന്നുമുണ്ട്. പേഴ്സൺ അതിനു വേണ്ടിയിട്ട് ശരിക്കും ശ്രമിക്കുന്നുമുണ്ട്. മൈൻഡ് കോൺഫ്ലിക്റ്റാണ്. തേർഡ് പാർട്ടിയിൽ നിന്നും പേഴ്സൺ പതുക്കെ മാറുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതും പുതിയൊരു ബിഗിനിങ് നടത്തണമെന്നുമാണ് ആര് തീരുമാനിച്ചിരിക്കുന്നത്? പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടിയെ ശരിക്കും പേഴ്സൺ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ ചീറ്റ് ചെയ്തു പോയതുപോലെ തന്നെ അത് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു പോരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫുള്ളും. അവിടുത്തെ ആ ഒരു ലൈഫിൽ പേഴ്സൺ സംതൃപ്തനല്ല. നിങ്ങൾക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തരണം, നിങ്ങളോടൊത്ത് വളരെ ഹാപ്പിനെസ് ആവണം
ഉണ്ടാവണമെന്ന് പേഴ്സൺ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ്സ് വേണം, ഒരു പുതിയ തുടക്കം വേണം. പേഴ്സൻ്റെ ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പേഴ്സൺ ഒന്ന് ബാലൻസ്ഡ് ആവണം. പേഴ്സൺ അനുഭവിക്കുന്ന ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പേഴ്സൺ ഒരു ബാലൻസിങ് വേണം, നിങ്ങളോടൊത്തൊരു നല്ല ബ്ലെസ്സിങ്സ് വേണമെന്ന് പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പഴയ ആ തേർഡ് പാർട്ടി പേഴ്സണോടൊത്തുണ്ടായിരുന്ന ആ ഒരു ലൈഫ് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളോടൊത്തുള്ള ആ ഒരു ലൈഫ് ഈ നിങ്ങളുടെ പേഴ്സൺ പഴയ ലൈഫ് ആഗ്രഹിക്കുന്നു. 6 ഓഫ് വാൻഡ്സ് ആണ്, പ്രതീക്ഷിക്കുകയാണ്, വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മുൻപോട്ടൊരു പ്രതീക്ഷയുണ്ട് പേഴ്സണ് കേട്ടോ. അതുപോലെ തന്നെ അവരൊരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. 8 ഓഫ് വാൻഡ്സ്, ക്വിക്ക് ആക്ഷൻ എടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ചാരിയറ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതാണ് പേഴ്സൻ്റെ ലക്ഷ്യം. നിങ്ങളിലേക്ക് തന്നെ പേഴ്സൺ തിരിച്ചു വരികയുള്ളൂ. വളരെ ഹാപ്പിനെസ് ആയിട്ടൊരു കിങ്ങിനെ പോലെ വരാനാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം വന്ന് ഹാർഡ് വർക്കും കാര്യങ്ങളും ചെയ്യണം, നേട്ടങ്ങൾ വേണം, നേട്ടങ്ങൾ കൊയ്യണം എന്നും വിജയിക്കണമെന്നും പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു രാജ്ഞിയെ പോലെ, ഒരു രാജാവിനെ പോലെ നിങ്ങളോടൊത്ത് ജീവിക്കണമെന്നുമാണ് പേഴ്സൺ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നല്ല പോലെ ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേർഡ് പാർട്ടിക്കും പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ചീറ്റ് ചെയ്തത് ഓർത്ത് അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ടും അവരെ വശീകരിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് അറിയാം ചീറ്റിംഗ് ചെയ്യപ്പെട്ടുവെന്നും ചീറ്റിംഗ് കിട്ടുന്നുണ്ടെന്നും. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വലിയ അടുപ്പമില്ല എന്നുമൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ എന്നാലും തേർഡ് പാർട്ടി എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി സ്വയം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് ഈ പേഴ്സൺ പതുക്കെ തേർഡ് പാർട്ടി എന്ന ബന്ധത്തിൽ നിന്ന് പതുക്കെ റിമൂവിങ് ചെയ്യുന്നുണ്ട്, മാറി മാറി പോകുന്നുണ്ട്. ആ ഒരു ആദ്യത്തെ സക്സസ്സും പ്രതീക്ഷയൊന്നും ഇല്ല ഇപ്പം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി തന്നെയാണ് റിസ്ക് എടുക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. വ്യക്തിയെ കയ്യിൽ നിർത്താനും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. തേർഡ് പാർട്ടിക്ക് മുൻപോട്ട് പോകുവാനും തേർഡ് പാർട്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഭയങ്കര പെയിനാണ് തേർഡ് പാർട്ടിക്ക്. അതേ പെയിൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും വന്നിരിക്കുന്നത്. കാരണം അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് തരണം. ആ പഴയ ഒരു ലൈഫ് വീണ്ടും വേണം, ഹാപ്പിനെസ്സും സന്തോഷവും വേണമെന്ന് ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് ഒന്ന് നോക്കിയാലോ. നിങ്ങൾക്കായിട്ട് മാലാഖ വെച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് റൊമാൻസ് ആണ് കേട്ടോ. റൊമാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി മാലാഖമാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് മാലാഖ പറയുന്നത് പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ പെട്ടെന്നൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ചിലർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി വന്നു കഴിഞ്ഞു കാണും. ചിലർക്കൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കുള്ള വ്യക്തികൾ വന്നിട്ടുണ്ടാവാം. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന പ്രണയം. എല്ലാ ബന്ധങ്ങളിലും ഉയർച്ച താഴ്ച ഉണ്ടാകും. ഇനി നിങ്ങളെ പിന്തിരിപ്പിക്കാനോ ആത്മവിശ്വാസം കെടുത്താനോ അനുവദിക്കരുത്. സ്നേഹം നിലനിൽക്കാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം നിലവിലെ ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി കൂടുതൽ അടുക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ തന്നെ മുൻകാല അഭിപ്രായങ്ങൾ ഇല്ലാതാകും. അപ്പം മുൻകാലത്തിലെ ആ ഒരു ഇതെല്ലാം നിങ്ങൾ മറന്നു കളയണം കേട്ടോ. പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിനി ഓർത്തു വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് നമ്മളോട് മാലാഖ പറയുന്നത്. ഒരു കാര്യം, എല്ലാ ബന്ധങ്ങൾക്കും ഉയർച്ചയും മൂല്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കുള്ള ഈ കാർഡ് സമർപ്പണത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും സൂചിപ്പിക്കുന്നു. ഈ മെസ്സേജ് കുറേ ആളുകൾക്കൊരു വിവാഹ നിശ്ചയം, വിവാഹം അല്ലെങ്കിൽ പരസ്പര പ്രതിജ്ഞാബദ്ധത ഉള്ള സ്നേഹം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ കുറേ ആളുകൾക്ക് വിവാഹം, ഒരു പുതിയ വിവാഹത്തിൻ്റെ ഇതൊക്കെ വരുമെന്ന് നമ്മൾക്കിന്ന് രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളോട് ഇന്നും മാലാഖ പറയുന്നത്, നിങ്ങൾ വിവാഹിതരാവാത്തവരാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വ്യക്തിയുമായിട്ടൊരു വിവാഹബന്ധം ഉറപ്പായിട്ടുണ്ടാകും. അതുപോലെ ഒരു വിവാഹ നിശ്ചയം ഉടനെ തന്നെ നടക്കും. ഇനി മാര്യേജ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒത്തുചേരുമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണോട് മാലാഖമാർ പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ, അതായത് നിങ്ങളൊരു പുതിയ ദിശ തിരഞ്ഞെടുക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ദിശയിലല്ല നിങ്ങൾ നിൽക്കേണ്ട, പുതിയൊരു ദിശ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനായി ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ നിവൃത്തിയില്ലാത്തതായി തോന്നിയേക്കാം. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം അവർക്ക് പറ്റിയ സാഹചര്യമല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം അസംതൃപ്തി നിറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ യാതൊരു സംതൃപ്തിയുമില്ല. അവരങ്ങനെ അസംതൃപ്തി നിറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കായി ലോകത്ത് മറ്റൊന്നും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ആ ഒരു അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾക്ക് ലോകത്തിൽ എത്ര കറക്റ്റായിട്ടാണ് നമുക്ക് ആ റീഡിങ്ങും നമ്മുടെ ഏഞ്ചൽ മെസ്സേജും വരുന്നതെന്ന് നിങ്ങൾ നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് അസംതൃപ്തമാണെന്നും അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോകത്ത് മറ്റൊന്നും ഏറ്റവും നല്ല ആക്യുറേറ്റായ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യവും നിങ്ങളുടെ പേഴ്സണോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാലാഖമാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങളാകാൻ ഉദ്ദേശിക്കുന്ന ആകാൻ ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾക്കായൊരു പ്രവർത്തന പദ്ധതി സൃഷ്ടിക്കുക. സന്തോഷകരമായ ഭാവിയിലേക്കുള്ള നടപടികൾ ഉടനടി ആരംഭിക്കുക എന്നാണ് ഏഞ്ചൽ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ്. അപ്പം നിങ്ങൾക്ക് നൽകിയ മെസ്സേജും അവർക്ക് കൊടുക്കുന്ന മെസ്സേജും എത്ര കണക്റ്റഡ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മൾ എത്രത്തോളം യൂണിവേഴ്സ് നിങ്ങൾ വ്യൂവേഴ്സിനോട് കണക്റ്റഡ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തേർഡ് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്ന ലുക്ക് ഫോർ എ സൈൻ, നിങ്ങൾ അടയാളങ്ങൾ നോക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയല്ല, അവരും ഒരുപാട് ഹാർട്ട് ബ്രേക്കിങ്ങിലും അവർക്കും ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻ, ഒരു ഇഷ്ടം, അതിൻ്റെയൊക്കെ പുറത്ത് സംഭവിച്ചു പോയൊരു ബന്ധമാണല്ലോ അത്. ആ ബന്ധത്തിൽ ഇപ്പോൾ അവരും കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു, നിരാശ അനുഭവിക്കുന്നു, അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ മാലാഖമാർ വളരെ സവിശേഷവും പ്രത്യേകം ഒരു ഉത്തരം കണ്ടെത്തി തരും. നിങ്ങൾ ആഴത്തിലുള്ള അർത്ഥമുള്ള അടയാളങ്ങൾ ഉടനടി കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മാലാഖമാർ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യം നിങ്ങളിലേക്ക് മാലാഖമാർ എത്തിച്ച് നൽകുമെന്നാണ് തേർഡ് പാർട്ടിയോടും പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് പോലും പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് മാറുക, അവർക്ക് അർഹമുള്ളത് അവർക്ക് എത്തിച്ചു കൊടുക്കാം എന്നാണ് മാലാഖ. അവരുടെ പ്രയറും മാലാഖ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളും കയറി ഇറങ്ങി വരും. പക്ഷെ അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കുക. ഈ ബന്ധങ്ങളിൽ പോലും നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ച പെയിനും അവഗണനയും ദുഃഖവും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും കടന്നുപോയത്. അതനുസരിച്ച് ആ പേഴ്സൺ തിരിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾക്ക് അർഹമാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണുക. എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾ കേൾക്കണം. ആ മെസ്സേജിനോട് കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മളുടെ എല്ലാ റീഡിങ്ങും വരുന്നത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അത്രത്തോളം നമ്മൾക്ക് യൂണിവേഴ്സുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഇതുപോലെ റീഡിങ് കണക്റ്റഡ് ആയിട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അതിലെല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ, വിശ്വാസമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റീഡിങ്ങുകൾ പറയുക. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. അതായത് അവരും ഭയങ്കര നിരാശയിലും ദുഃഖത്തിലും തന്നെയാണ്. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ജഡ്ജ്മെൻറ്റ് തരണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. മാലാഖമാരും നിങ്ങളോട് പറയണത് നിങ്ങൾ നല്ല പ്രണയത്തോടു കൂടി ഇരിക്കാനാണ് പറയണത്. അവർ വരുമ്പം ഇനി അവരോട് നെഗറ്റീവായിട്ടതൊന്നും പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ നിങ്ങൾ അവർക്ക് പ്രണയം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളുടെ കയ്യിലുണ്ട്, അത് സ്വീകരിക്കുക എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണക്റ്റഡ് ആയിട്ട്, അതുപോലെ രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ കുറേ ആളുകൾക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും, നിശ്ചയം ഉണ്ടാകും, പുതിയ പുതിയ സംരംഭങ്ങളും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാലാഖ നമ്മുടെ ഈ റീഡിങ്ങിലും തന്നിട്ടുണ്ട്. വിവാഹവും നിശ്ചയവും പുതിയ പഴയ ഇനിയിപ്പം മാര്യേജ് കഴിഞ്ഞവരുടെ ആണെങ്കിലും അവരും കണക്റ്റഡ് ആവുന്നുണ്ട്. ഇതിനകത്ത് ഏജ്ഡ് ആയ ആളുകളുടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു 50 വയസ്സ് വരെ ഉള്ളവരുടെ, 50 വയസ്സിന് മേലിലേക്കുള്ളവരും കാണുന്നുണ്ട് റീഡിങ്. അവരുടെ എല്ലാം കണക്ഷൻ ആവുന്നുണ്ട് കേട്ടോ ഈ റീഡിങ്ങിൻ്റെ ഉള്ളിൽ.
എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എൻ്റെ റീഡിങ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലാണ് വീണ്ടും വീണ്ടും റീഡിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ആക്യുറേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ ഞാൻ റീഡിംഗ് എടുക്കാൻ ശ്രമിക്കും. നമ്മളുടെ യാത്ര എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം നമുക്ക് ഒത്തൊരുമിച്ച് മുൻപോട്ട് പോകാം. എല്ലാവർക്കും നല്ലത് വരട്ടെ, മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന്